ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. പത്മകുമാറിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. പത്മകുമാറിന്റെ വീട്ടിൽ ഇന്നലെ മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയതായാണ് വിവരം. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പത്മകുമാറിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന തുടങ്ങിയത്. അർദ്ധരാത്രി വരെ പരിശോധന തുടരുകയും ചെയ്തു. ഇതിൽ നിന്ന് കുറേ രേഖകൾ ദേവസ്വം അദ്ദേഹം ഭരണസാരഥ്യത്തിലുണ്ടായിരുന്ന സമയത്തുള്ള കുറേ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം പത്മകുമാറിനോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗങ്ങളായിരുന്ന KP ശങ്കരദാസ് ഒപ്പം വിജയകുമാർ എന്നിവരെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. പലപ്പോഴും ശങ്കരദാസും അതുപോലെ തന്നെ വിജയകുമാറും അറിയാതെ ചില രേഖകൾ തിരുത്തുകയും അതുപോലെ തന്നെ ബോർഡിന്റെ അംഗീകാരമില്ല ചില പദ്ധതികൾ നടപ്പിലാക്കാനും പത്മകുമാർ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഈ ശങ്കരദാസും വിജയകുമാറും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ പത്മകുമാറും വലിയ ചങ്ങാത്തത്തിലായിരുന്നുവെന്നും പലപ്പോഴും ഓഫീസ് കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാറിന്റെ പിൻബലത്തോടുകൂടി ഇടപെട്ടിരുന്നുവെന്നുമൊക്കെ ശങ്കരദാസും വിജയകുമാറും മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴികൾ കൃത്യമായും പത്മകുമാറിന് വലിയ തരത്തിലെ കുരുക്കായി മാറുകയാണ്. കാരണം നേരത്തെ പത്മകുമാർ അന്വേഷണ സമയത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, താൻ മാത്രമല്ല തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ഈ പ്രശ്നത്തിൽ ഒരുപോലെ തന്നെ കുറ്റം ചെയ്തവരാണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതേ ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും KP ശങ്കരദാസും ഒപ്പം വിജയകുമാറും ഈ പത്മകുമാറിനെ തള്ളിപ്പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ പത്മകുമാർ കൃത്യമായും ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം ഈ പത്മകുമാറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഈ ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സമീപിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ആയിരുന്നു. അദ്ദേഹത്തിന് കത്ത് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മനസ്സിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യക്തമായ രേഖകൾ നിരത്തിക്കൊണ്ട് പത്മകുമാറും ചില മൊഴികൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ കാലതാമസമില്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അത് ഒരു പക്ഷേ ഒരു പരിധിവരെയും ഇടത് സർക്കാരിന് വലിയ തരത്തിലുള്ള തിരിച്ചടിയായി മാറും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന രണ്ട് മുൻ പ്രസിഡന്റുമാർ, പ്രത്യേകിച്ചും CPM സഹയാത്രികരായ രണ്ട് പ്രസിഡന്റുമാർ ഇപ്പോൾ ജാമ്യം പോലും ലഭിക്കാതെ റിമാൻഡിൽ കഴിയുകയാണ്. വാസു ആണ് പറഞ്ഞത്, പത്മകുമാർ പല പ്രാവശ്യവും ഓഫീസ് കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു, ബോർഡ് തീരുമാനത്തിന് വിരുദ്ധമായ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങൾ ബോർഡിന് വലിയ തരത്തിൽ ദോഷം ചെയ്തിരുന്നു. ബോർഡ് അംഗങ്ങളോടൊപ്പം പോലും ചോദിക്കാതെയായിരുന്നു പത്മകുമാറിന്റെ നീക്കങ്ങൾ. അത്തരം നീക്കങ്ങളെ ബോർഡ് അംഗങ്ങൾ എതിർത്തിട്ടുണ്ടെങ്കിലും ആ എതിർപ്പിനെ ഒരിക്കൽ പോലും അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെയായിരുന്നു പത്മകുമാർ പലപ്പോഴും പല നീക്കങ്ങൾ നടത്തിയെന്നും വാസു മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ പത്മകുമാർ നൽകിയ മൊഴിയും കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം കടക്കുക. എന്തായാലും SITയുടെ അന്വേഷണം വലിയ തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി അടുത്തത് ആര് എന്നുള്ളതാണ് പുതിയ ഒരു ചോദ്യമായി ഉയർന്നു പോകുന്നത്. സാധാരണഗതിയിൽ ഓരോ പ്രാവശ്യവും ഓരോ ആളുകളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും അടുത്തത് ആരിലേക്ക് അന്വേഷണം എത്തും എന്നുള്ളതിന്റെ സൂചന റിമാൻഡ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമാകുമായിരുന്നു. എന്നാൽ പത്മകുമാറിനെ ചോദ്യം ചെയ്തതിന് ശേഷവും അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇനി ആരിലേക്ക് അന്വേഷണം നീളും എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ആ അവ്യക്തത എന്താണ് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത്. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം പത്മകുമാറിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ്. പത്തനംതിട്ട ജില്ല രൂപീകൃതമായ നാൾ മുതൽ തന്നെ CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കഴിഞ്ഞ 36 വർഷമായിട്ട് CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ കോന്നിയിലെ MLAയും ഒക്കെ ആയിരുന്നു പത്മകുമാർ. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വലിയ തരത്തിലെ ഒരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ഇനി അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന് പാർട്ടി വലിയ തരത്തിൽ മറുപടി പറയേണ്ടി വരും. മാത്രവുമല്ല ഈ സമയം അത്തരത്തിൽ നല്ലതല്ല. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ നിർണായകമായ അറസ്റ്റിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം
കടക്കുന്നത്. തിങ്കളാഴ്ചയോടുകൂടി പത്മകുമാറിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷം മറ്റ് ആളുകളിലേക്കും മൊഴിയെടുക്കുന്നതിലേക്കും ചോദ്യം ചെയ്യലിലേക്കും നീങ്ങും. തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ പത്മകുമാർ പറഞ്ഞു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം ശ്രമം നടത്തും എന്നുള്ളതും ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഡ്യൂട്ടിക്കിടെ മലയാളി സൈനികന് വീരമൃത്യു എന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സുബേദാർ സജീഷ് കെ ആണ് മരിച്ചത്. പട്രോളിങ്ങിനിടെ ജമ്മുവിലെ പൂഞ്ചിലെ സൂര്യൻകോട്ടിൽ കൊക്കയിലേക്ക് വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറം ചെറുകുന്ന സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്നലെയാണ് അപകടം നടന്നത്. ഡ്യൂട്ടിക്കിടെയാണ് മലയാളി സൈനികന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത്. സുബേദാർ സജീഷ് കെ ആണ് വീരമൃത്യു വരിച്ചത്. പെട്രോളിങ്ങിനിടെ ജമ്മുവിലെ പൂഞ്ചിലെ സൂര്യൻകോട്ടിൽ കൊക്കയിലേക്ക് വീണാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് അപകടമുണ്ടായത്. മലപ്പുറം ചെറുകുന്ന സ്വദേശിയാണ് ഇദ്ദേഹം. ഡ്യൂട്ടിക്കിടെയാണ് പെട്രോളിങ്ങിനിടെയാണ് ജമ്മുവിൽ വെച്ച് മലയാളി സൈനികന് മൃത്യു സംഭവിച്ചിരിക്കുന്നത്. സുബേദാർ സജീഷ് കെ ആണ് മരിച്ചത്. മലപ്പുറം ചെറുകുന്ന സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്നലെയാണ് അപകടമുണ്ടായത്. പെട്രോളിങ്ങിനിടെ ജമ്മുവിലെ പൂഞ്ചിലെ സൂര്യൻകോട്ടിൽ കൊക്കയിലേക്ക് വീണാണ് അപകടമുണ്ടായത്. ഈ അപകടത്തെ തുടർന്നാണ് ഇദ്ദേഹം മരിക്കുകയുണ്ടായിരുന്നത്. മലയാളി സൈനികനാണ് മരിച്ചത്. സുബേദാർ സജീഷ് കെ ആണ് വീരമൃത്യു വരിച്ചത്. പെട്രോളിങ്ങിനിടെയാണ് ജമ്മുവിലെ പൂഞ്ചിലെ സൂര്യൻകോട്ടിൽ കൊക്കയിലേക്ക് വീണാണ് അപകടമുണ്ടായത്. ഇന്നലെയാണ് അപകടമുണ്ടായത്. മലപ്പുറം ചെറുകുന്ന സ്വദേശിയാണ് ഇദ്ദേഹം. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അറസ്റ്റ് കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ സാധ്യതയില്ല. ചോദ്യം ചെയ്യലിനിടെ പത്മകുമാർ നൽകിയ പേര് വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണം കൂടുതൽ പേരിലേക്ക് എത്താൻ സാധ്യതയേറി. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ CPIM നേതാവ് എ പത്മകുമാർ അറസ്റ്റിലായതോടെ CPIM വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ല രൂപീകൃതമായ നാൾ മുതൽ തന്നെ പത്മകുമാർ CPIMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ 36 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും 91 മുതൽ 96 വരെ കോന്നിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തുകയും ചെയ്തു. VS പക്ഷം പത്തനംതിട്ട ജില്ലയിൽ കൊടികുത്തി വാഴുമ്പോൾ പിണറായി പക്ഷത്തുണ്ടായിരുന്ന ഒരേ ഒരു നേതാവായിരുന്നു എ പത്മകുമാർ. പിണറായി പക്ഷത്തിന് വളരുന്നതിന് ആവശ്യമായ വളവും വെള്ളവും ഒഴിച്ച് മുന്നോട്ട് പോയൊരു നേതാവ് കൂടിയായിരുന്നു എ പത്മകുമാർ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോടെ ആരും തള്ളിപ്പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇനി അടുത്ത അന്വേഷണം ആരിലേക്ക് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന പേരുകൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്ന പേരുകൾ, നൽകിയിരിക്കുന്ന മൊഴികൾ അതൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അതിൽ അവസാനത്തേതല്ല എ പത്മകുമാറിൻ്റേത്. മിക്കവാറും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം അതിന് സൂചകമായി നമുക്ക് ലഭിക്കുന്നത് ചില ചിത്രങ്ങളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം കടകംപള്ളി സുരേന്ദ്രനുമായി നിൽക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും അത് ചില സ്വകാര്യ ചടങ്ങുകളിൽ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കണ്ടുമുട്ടലുകൾ മാത്രമായിരുന്നു എന്നായിരുന്നു അന്നത്തെ പ്രതികരണം. എൻ വാസുവിലേക്ക് അറസ്റ്റ് നീളുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കണ്ടതാണ് CPM നേതാക്കന്മാർ നടത്തിയ നീക്കങ്ങൾ. പക്ഷേ എൻ വാസു അറസ്റ്റിലായതോടെ ആ നീക്കങ്ങളും പൊളിഞ്ഞു. ഇപ്പോൾ അറസ്റ്റ് എ പത്മകുമാറിലെത്തിയതോടെ അത് വല്ലാത്ത തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നീക്കം ഇനി ആരിലേക്കാണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉയർന്നു പൊങ്ങിയ ഒരു ചിരി.
എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രമല്ല എന്ന അർത്ഥമാണ് ആ ചിരിക്കുള്ളതെന്നാണ് അതിനുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും അന്വേഷണ സംഘം ഇവിടം കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. കാരണം ഉടൻ തന്നെ ഒരു ഇടക്കാല റിപ്പോർട്ട് നൽകണം. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിച്ചിരുന്ന 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ജയിലിൽ കഴിയുന്നത്. ഈ രണ്ടുപേരും പാർട്ടിക്ക് ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ കഴിയാത്ത ആളുകളാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളായിരുന്നു എൻ വാസു. ആ സമയത്ത് ഒളിഞ്ഞും തെളിഞ്ഞും RSSനെ സഹായിക്കുകയും അതേസമയം മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുകയും ചെയ്ത നേതാവായിരുന്നു എ പത്മകുമാർ. ഈ 2 പേരുമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘം ഇനി കണ്ണുവെക്കുന്നത് ആരിലേക്ക് എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം വലിയ താമസമില്ലാതെ തന്നെ കണ്ടെത്താൻ കഴിയും. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകിയതിനൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ചുമതലയുള്ള മന്ത്രിക്കും മന്ത്രിയുടെ ഓഫീസിലും ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ചോദിച്ചുകൊണ്ട് കത്ത് നൽകിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചോദ്യം ചെയ്യൽ ആ മുൻ മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം അന്വേഷണ സംഘം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഹൈക്കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരെയും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ഒരിക്കൽ പോലും ഈ അന്വേഷണ സംഘത്തിന് കഴിയില്ല, സർക്കാരിന് ഇടപെടാൻ കഴിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യമുനകളുടെ മുന്നിലേക്ക് എത്തപ്പെടുക ഒരു പക്ഷേ മുൻ മന്ത്രിയായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതോടെ പാർട്ടി വല്ലാതെ പ്രതിരോധത്തിലാകും, പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ. ഇന്നലെ നമ്മൾ കണ്ടതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ എ പത്മകുമാറിനെ അനുകൂലിച്ചുകൊണ്ടും തള്ളിപ്പറയാതെയും സംസാരിച്ചത്. വരും ദിവസങ്ങളിൽ ഇനി എന്തെങ്കിലും തരത്തിലെ നിലപാട് മാറ്റം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഇനി ആരിലേക്കൊക്കെ അന്വേഷണം നീങ്ങും, അന്വേഷണം എത്ര വേഗത്തിൽ പൂർത്തിയാകും, ആരെയൊക്കെ ഇനി അറസ്റ്റ് ചെയ്യും, അതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ശബരിമലയിൽ പോലും കള്ളന്മാർ കയറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ മൊഴി കടകംപള്ളി സുരേന്ദ്രനെതിരാണ്. അയ്യപ്പന്റെ വാതിലും കട്ടിളയും അടിച്ചു കൊണ്ടുപോയവർക്ക് വേറെന്തും കക്കാൻ മടി കാണില്ല. വെന്റിലേറ്ററിലായ കേരളത്തെ രക്ഷിക്കാൻ UDFന് പദ്ധതികളുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോഴിക്കോട് മുതലക്കുളത്ത് കോർപ്പറേഷൻ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്താ ശരി? അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് പറഞ്ഞു, ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണമെന്ന് പറഞ്ഞു, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്തു കടകംപള്ളി സുരേന്ദ്രൻ? എനിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന CPM നേതാവിന് ദേവസ്വം മന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. ആദ്യം പോറ്റി അപേക്ഷ കൊടുത്തത് ആർക്കാ? കടകംപള്ളിക്ക്. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ ശബരിമലയിലെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചതിന്റെ പേരിൽ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്രയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറെ പേര് ഇനി വരാനുണ്ട് അതിന്റെ പുറകെ. പിണറായി വിജയന്റെ പേര് പറയുമോ എന്ന ഭയം കൊണ്ടാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ CPIM പാർട്ടി നടപടിയെടുക്കാത്തതെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP. ശബരിമല പത്തനംതിട്ടയ്ക്ക് പകരം കോഴിക്കോടായിരുന്നുവെങ്കിൽ കോർപ്പറേഷൻ അധികൃതർ തന്നെ പണ്ടേ മുഴുവൻ സ്വർണവും തട്ടിയെടുക്കുമായിരുന്നു. CPIM-ഉം സർക്കാരും സ്പോൺസർ ചെയ്തതാണ് ശബരിമല കൊള്ള. ശബരിമല അയ്യപ്പന്റെ പൊന്ന് കക്കാൻ സർക്കാർ തന്നെ നേതൃത്വം നൽകുമെന്നും CPIM-ന്റെ വോട്ടർമാർ പോലും കരുതി കാണില്ലെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഇത് CPM-ഉം ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ? ഒറ്റയ്ക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോൾ രണ്ടുപേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടിയെടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത്. ശബരിമല അയ്യപ്പന്റെ പൊന്ന് കക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവർ അധികാരത്തിലേറുമ്പോൾ ചിലപ്പോൾ ആലോചിച്ചു കാണില്ല, അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ചു കാണില്ല.
കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ ജയിലിലായിട്ടും മുഖ്യമന്ത്രി മൗനം തുടരുകയാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. അന്വേഷണത്തിന്റെ ക്രെഡിറ്റ് കോടതിക്കാണെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-ന് തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കൈ കഴുകി രക്ഷപ്പെടുന്നത് കണ്ടു. വാസ്തവത്തിൽ ME ഗോവിന്ദൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. CPM-നും മുഖ്യമന്ത്രിക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അവരുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ടുപോയ അതിന് നേതൃത്വം കൊടുത്ത 2 CPM നേതാക്കന്മാരാണ് ഇപ്പോൾ അടിയെണ്ണുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ MLA-യുമായ CPM-ന്റെ പ്രമുഖ നേതാവ് ശ്രീ പത്മകുമാർ. ഈ 2 ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും ഒരു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് ദുരൂഹമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ നേതൃത്വമാണെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകും. സംസ്ഥാന സർക്കാരിന് ശബരിമലയിൽ കൊള്ള മാത്രമാണ് ആഗ്രഹമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് കൊള്ള മാത്രം ചെയ്യാനാണ് ആഗ്രഹം ആണെങ്കിൽ ഞങ്ങളോട് പറയാ, ഞങ്ങൾ നരേന്ദ്രമോദിജിയോട് ഒരു അഭ്യർത്ഥന കൊടുക്കാം. സെൻട്രൽ ഗവൺമെന്റ് ശബരിമലയെ സംരക്ഷിക്കാൻ തയ്യാറാണ്, അവർ ചെയ്യട്ടെ. ആദ്യം പറഞ്ഞൊരു വീഴ്ച. എങ്ങനെയാണ് ഇത് വീഴ്ച? ഇത് വീഴ്ചയാണോ? അപ്പൊ ഞാൻ ആരെങ്കിലും വീട്ടിൽ കയറി അവരുടെ സ്വർണ്ണം എടുത്ത അതൊരു വീഴ്ചയാണോ, ക്രൈമാണോ? അപ്പൊ CPM ചെയ്യുന്ന കൊള്ളയും CPM ചെയ്യുന്ന ഉപദ്രവവും CPM ചെയ്യുന്ന ദ്രോഹം ഒരു വീഴ്ച, മറ്റൊരു ചെയ്യുന്ന എല്ലാം ക്രൈം അല്ല. അങ്ങനെ നടക്കില്ല. സ്വർണ്ണപ്പാളി കവർച്ചയിൽ കേന്ദ്ര ഏജൻസികൾക്ക് ഇടപെടാമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അറസ്റ്റിലായവർ നിരീശ്വരവാദികളാണ്. അയ്യപ്പ സംഗമം തട്ടിപ്പായിരുന്നുവെന്ന് അയ്യപ്പന് മനസ്സിലായി. അയ്യപ്പ വിശ്വാസിയായതുകൊണ്ടാണ് ജയകുമാർ രക്ഷപ്പെട്ടത്. CPM-ൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ സ്വർണം കട്ടുകൊണ്ടിരിക്കുന്നുവെന്നും സമ്പൂർണ്ണ സമ്പന്ന പാർട്ടി എന്ന പേരിൽ ഉടൻ പ്രഖ്യാപനം നടത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. അത് ഈ സംഭവിച്ചതിൽ ഒരത്ഭുതവും ഇല്ല. കാരണം ഇവരെല്ലാം നിരീശ്വരവാദികളാണ്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും നിരീശ്വരവാദികളുമാണ്. അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അവർ ഉത്തമ ബോധ്യത്തിലാണ് ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗങ്ങളുടെ നടപടികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിഡന്റ് K. ജയകുമാർ. പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പ്രസിഡന്റ് അംഗീകരിച്ച വിഷയങ്ങൾ കുറിപ്പായി യോഗത്തിന് മുമ്പ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും നൽകണം. വിഷയങ്ങൾ മുൻകൂട്ടി അറിയാത്തത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നും ഉത്തരവിലുണ്ട്. അധികാരം കൈമാറേണ്ടതായ കാര്യങ്ങളിൽ അതത് ഡിപ്പാർട്ട്മെന്റ് തന്നെ തീരുമാനമെടുക്കേണ്ടതാണെന്നും ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നു. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് എണ്ണം പ്രത്യേക കമ്മിറ്റി തീരുമാനിക്കും. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവരാണ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. സന്നിധാനത്ത് ശുചീകരണ തൊഴിലാളികളടക്കം ദിവസവേതനക്കാരുടെ എണ്ണം കൂട്ടും. മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും ദേവസ്വം മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് സന്നിധാനത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ആശുപത്രി. പനിയും ചുമയും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കായുള്ള മരുന്ന് മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ ഇവിടെ ലഭ്യമാണ്.
അയ്യനെ കാണാൻ മല കയറിയെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ആശ്വാസമാണ് ഈ ആയുർവേദ ആശുപത്രി. 2 OP കൗണ്ടറുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 7 ഡോക്ടർമാരുടെ സേവനമാണ് ആശുപത്രിയിലുള്ളത്. പനി, ചുമ, തുമ്മൽ പോലുള്ള അസുഖങ്ങൾക്കുള്ള മരുന്ന് മുതൽ പഞ്ചകർമ്മ ചികിത്സ വരെ ഇവിടെയുണ്ട്. മല കയറിയെത്തുമ്പോൾ ദേഹത്തുണ്ടാകുന്ന വേദന, കാൽക്കഴപ്പ്, ഉളുക്ക് പോലുള്ളവയ്ക്ക് പഞ്ചകർമ്മ തെറാപ്പിയിലൂടെ വേഗം ആശ്വാസം ലഭിക്കുമെന്ന് ആശുപത്രിയുടെ ചുമതലയുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VK വിനോദ് കുമാർ പറയുന്നു. അയ്യപ്പന്മാർ കയറി വരുമ്പോൾ ആദ്യം നോക്കി മരുന്ന് കൊടുക്കുകയും അത് മാത്രമല്ല, ഒരു നടുവേദന ഉള്ള ഒരു അയ്യപ്പനാണെങ്കിൽ നടുവേദന, അതേപോലെ കഴുത്ത് വേദന, മുട്ടുവേദന, കോഫ് മസിൽ ക്രാംസ്, മറ്റു തരത്തിലുള്ള എല്ലാ അസുഖങ്ങളും അങ്ങനെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ബാൻഡേജ്, അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അഭ്യംഗം എന്ന് പറയും. അഭ്യംഗം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണ്ണ ഇട്ടിട്ട് ഒന്ന് ചൂട് പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അവരുടെ നോർമൽസിയിൽ എത്തിച്ചിട്ട് അവരെ താഴോട്ട് ഇറക്കി വിടാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ആവി പിടിക്കാനും മുറിവ് വെച്ച് കെട്ടുന്നതിനുമുള്ള സൗകര്യവും ആശുപത്രിയിലുണ്ട്. ഡോക്ടർമാർക്കൊപ്പം 3 ഫാർമസിസ്റ്റുകളും 4 തെറാപ്പിസ്റ്റുകളും മറ്റു ജീവനക്കാരും ഇവിടെ സേവനം ചെയ്യുന്നു. ഓരോ ദിവസവും 1000-ലധികം പേരാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത്. തീർത്ഥാടകരോടൊപ്പം സന്നിധാനത്ത് ഡ്യൂട്ടിക്കെത്തുന്ന ഉദ്യോഗസ്ഥരും ഏറ്റവും ആശ്രയിക്കുന്നതും ആയുർവേദ ആശുപത്രിയെയാണ്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മുസ്താഖ് അലി T20 ട്രോഫിക്കുള്ള കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കും. അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചു. സഞ്ജുവിന്റെ സഹോദരൻ സലി സാംസൺ, IPL താരങ്ങളായ വിഘ്നേഷ് പുത്തൂർ, വിഷ്ണു വിനോദ് എന്നിവരും ടീമിലുണ്ട്. കേരള ക്രിക്കറ്റിൽ ലീഗിൽ തിളങ്ങിയ താരങ്ങൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിനെതിരായ പരിശീലന മത്സരത്തിൽ കളിച്ചതിനാലാണ് വിഘ്നേഷിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കി. IPL താരലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. രഞ്ജി ട്രോഫി മത്സരത്തിനിടെ പരിക്കേറ്റ സൽമാൻ നിസാറിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുസ്താഖ് അലി T20 ട്രോഫിക്കുള്ള കേരള ടീമിനെ സഞ്ജു സാംസൺ നയിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അഹമ്മദ് ഇമ്രാനെ വൈസ് ക്യാപ്റ്റനായും നിയമിച്ചിരിക്കുകയാണ്. സഞ്ജുവിന്റെ സഹോദരൻ സലി സാംസൺ, IPL താരങ്ങളായ വിഘ്നേഷ് പുത്തൂർ, വിഷ്ണു വിനോദ് എന്നിവരും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിൽ തിളങ്ങിയ താരങ്ങൾക്കും അവസരം ഒരുക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിനെതിരായ പരിശീലന മത്സരത്തിൽ കളിച്ചതിനാലാണ് വിഘ്നേഷിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. IPL താരലേലത്തിന് മുമ്പ് വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. രഞ്ജി ട്രോഫി മത്സരത്തിനിടെ പരിക്കേറ്റ സൽമാൻ നിസാറിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയക്രമം മാറ്റില്ലെന്നും ഡിസംബർ 9 തന്നെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗത്തിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം BJP ഒഴികെയുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ SIR മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെ ചേർന്ന യോഗത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം പാർട്ടികൾ ഉന്നയിച്ചു. SIRന്റെ സമയക്രമം മാറ്റിയില്ലെങ്കിൽ ഒരുപാട് പേർ പട്ടികയ്ക്ക് പുറത്താകുമെന്ന് കോൺഗ്രസും പൗരത്വം വെച്ചാണ് കമ്മീഷൻ കളിക്കുന്നതെന്ന് മുസ്ലിം ലീഗും വിമർശിച്ചു. എന്നാൽ രാഷ്ട്രീയ താൽപര്യം വെച്ചാണ് SIRനെ എതിർക്കുന്നതെന്നും സർവേ സംഘടനകളെ ഉപയോഗിച്ച് SIRനെ അട്ടിമറിക്കാനാണ് ശ്രമമെന്നും BJP ആരോപിച്ചു. PLOമാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന പാർട്ടികളുടെ വിമർശനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളി. SIR നീട്ടണമെന്ന ആവശ്യത്തിൽ യോഗത്തിൽ പ്രതികരിച്ചില്ലെങ്കിലും സമയക്രമം മാറ്റില്ലെന്ന വാർത്താ സമ്മേളനത്തിൽ രത്തൻ യു കേൽക്കർ വ്യക്തമാക്കി. PLOമാരുടെ പരിശീലനക്കുറവ് പരിഹരിക്കുമെന്നും പ്രവാസി വോട്ടർമാരുടെ ആശങ്ക അകറ്റാൻ യോഗം വിളിക്കണമെന്നും നോർക്കയോട് വീണ്ടും ആവശ്യപ്പെടുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. പശ്ചിമബംഗാളിൽ വീണ്ടും ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി.
നാദിയ ജില്ലയിലെ വനിതാ BLO ആയ റിങ്കു തരാഫ്ദർ ആണ് ജീവനൊടുക്കിയത്. SIR-മായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു. തന്റെ മരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവാദിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ. ഇനി നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,535 രൂപ, പവന് 92,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,540 രൂപ, പവന് 76,320 രൂപ. വെള്ളി ഗ്രാമിന് 166 രൂപ, കിലോ 1,66,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി നെയ്യ് അഭിഷേകം പരിശുദ്ധി കൊണ്ടാവട്ടെ. മിൽമ നെയ്യ്, അയ്യനായി തിരഞ്ഞെടുത്ത നെയ്യ്. ഈ വീട് പണി എന്താ കുട്ടിക്കളിയാ? ആദ്യം നല്ല മൂത്ത തടി കണ്ടെത്തണം, പിന്നെ പണി അറിയാവുന്ന പണിക്കാരൻ വേണം. ചാടിക്കയറി അടുത്തയാഴ്ച കട്ടില വെക്കാവെന്ന് പറഞ്ഞ നടക്കുവോ? അതിന് നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ. സ്റ്റീലോ? എന്തായി പറയുന്നേ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, a unit of Westford Hospital. ZEP Solar, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Curix Google TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Supra Pacific Financial Services Limited, a BSE listed NBFC. Most trusted brand, Herocraft. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. വാർത്തകൾ തുടർന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടി, സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. എറണാകുളം കടമക്കുടി ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LC ജോർജിന്റെ നോമിനേഷനാണ് തള്ളിയത്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് LC ജോർജ്. പത്രിക പൂരിപ്പിച്ചതിലെ പിഴവാണ് പത്രിക തള്ളാൻ കാരണം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നിലവിൽ LC ജോർജ്. കൽപ്പറ്റയിൽ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി KG രവീന്ദ്രന്റെ പത്രികയാണ് തടയത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ട്രാൻസ് വുമൺമാർക്ക് മത്സരിക്കാൻ അനുമതി. തിരുവനന്തപുരം പോത്തൻകോട് ഡിവിഷനിലെ ട്രാൻസ് വുമൺ സ്ഥാനാർത്ഥി അമേയ പ്രസാദിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അമേയ പ്രസാദിനെ പത്രിക സ്വീകരിച്ചു. പോത്തൻകോട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായാണ് അമേയ മത്സരിക്കുന്നത്. ആലപ്പുഴ വയലാർ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി ട്രാൻസ് വുമൺ അരുണിമയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. സൂക്ഷ്മ പരിശോധനയിൽ അരുണിമയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതോടെ അരുണിമയ്ക്ക് മത്സരിക്കാം. രേഖകളിൽ സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ സംവരണ സീറ്റിൽ മത്സരിക്കാം. മലപ്പുറം വഴിക്കടവ് പഞ്ചായത്ത് 23-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. നരോക്കാവ് വാർഡിലെ LDF സ്ഥാനാർത്ഥി സിഫ്ന ഷിഹാബിന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓണറേറിയം കൈപ്പറ്റുന്നതായി രേഖകളിൽ നിന്ന് തെളിഞ്ഞതോടെ പത്രിക അസാധുവാവുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ 33 ഡിവിഷനുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 182 സ്ഥാനാർത്ഥികളുടേതായി ലഭിച്ച 285 നാമനിർദ്ദേശ പത്രികകളും വരണാധികാരിയായ ജില്ലാ കളക്ടർ VR വിനോദ് സൂക്ഷ്മ പരിശോധനയിൽ സ്വീകരിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് 2 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മംഗൽപാടി പഞ്ചായത്ത് 24-ാം വാർഡ് മണിമുണ്ടയിൽ ലീഗ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരുന്ന സമീനയും മടിക്കൈ പഞ്ചായത്ത് 10-ാം വാർഡ് ബംഗളത്ത് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച CPIMലെ CV ശാന്തിനിയുമാണ് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. ആന്തൂർ നഗരസഭയിലെ 5-ാം പീടിക 24-ാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിവ്യയെ CPIM തട്ടിക്കൊണ്ടുപോയെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. നിരന്തരമായ ഭീഷണി കൊണ്ട് CPIMന്റെ ആധിപത്യം, മൃഗീയ ആധിപത്യമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയിലും കഴിഞ്ഞ തവണയും കോൺഗ്രസിന് ചില സ്ഥലങ്ങളിൽ ഭീഷണി കൊടുക്കാൻ പറ്റിയിട്ടില്ല. കൊടുത്ത സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചിട്ടുള്ളത് അന്ന് നിങ്ങളെല്ലാവരും കണ്ടതാണ്. ലിവ്യ നോമിനേഷൻ കൊടുത്തത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ആ ലിവ്യനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ആന്തൂരിൽ ഇനി താമസിക്കണമെങ്കിൽ നിങ്ങൾ നോമിനേഷൻ പിൻവലിച്ചില്ല എങ്കിൽ ഈ ആന്തൂരിൽ തന്നെയാണ് ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതൊക്കെ അവരുടെ ഇടയിലേക്ക് ഭീഷണി മുഖത്തിൽ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവരെ അവിടെ നിന്നും മാറ്റി അവര് തട്ടിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കോഴിക്കോട് മുക്കം നഗരസഭയിൽ വെൽഫെയർ സ്ഥാനാർത്ഥിയുടെ പേരിൽ വ്യാജ പോസ്റ്റർ പ്രചരിപ്പിക്കുന്നതായി പരാതി. സ്ഥാനാർത്ഥി സാറ കൂടാരത്തിന്റെ പേരിലാണ് വ്യാജ പോസ്റ്റർ പ്രചരിക്കുന്നത്. സാറ കൂടാരത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ അബ്ദുൾ അഹ്ലാം മഹദൂദി, മുസ്ലിം ലീഗ് നേതാക്കളായ ഹൈദരാലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ഫോട്ടോ വെച്ച് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതിയ വ്യാജ പോസ്റ്ററാണ് പ്രചരിക്കുന്നത്. 2020-ലും ഇത്തരത്തിൽ പോസ്റ്റർ പ്രചരിച്ചിരുന്നു. അന്ന് പരാതി നൽകിയെങ്കിലും നടപടിയെടുത്തിരുന്നില്ല. വീണ്ടും പ്രചാരണം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് സാറ കൂടാരത്തിൽ പറഞ്ഞു. 2020 ഞാൻ മത്സരിക്കുന്ന സമയത്ത് എന്റെ പോസ്റ്ററിൽ വ്യാജ പോസ്റ്ററായിട്ട് വരികയും അത് എൻ്റെ എൻ്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തപ്പോൾ മുക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിൻ്റെ ഫോളോഅപ്പ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ മത്സരിക്കുന്നില്ല. എങ്കിലും എൻ്റെ ഈ പോസ്റ്ററുകൾ ഇപ്പോഴും എന്നെ അഭിനയിച്ചുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 2020-ലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇങ്ങനെ ഒരു വ്യാജ പോസ്റ്റർ നമ്മൾ ശ്രദ്ധപ്പെടുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ അത് 2020 നവംബർ മാസത്തിൽ തന്നെ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പിന്നീട് 2021 ഫെബ്രുവരിയിൽ രണ്ടാമത് ഞങ്ങളത് പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും അതിൽ ഉണ്ടായിട്ടില്ല. ആരാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിൽ ആവശ്യമായ സ്വഭാവത്തിലുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പരാതി കൊടുത്തിരുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് അതിൽ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ശ്രദ്ധയിൽ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
കഴിഞ്ഞ ദിവസം വരെ SIR എന്യൂമറേഷൻ ഫോമുകളുമായി വീടുകൾ കയറിയിരുന്ന റസീന ജലീൽ ഇനി വീടുകളിലെത്തുന്നത് വോട്ട് തേടിയാണ്. തൃക്കാക്കര നഗരസഭയിലെ BM നഗർ വാർഡിലാണ് റസീന UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിലെ BM നഗർ വാർഡിൽ മത്സരിക്കുന്ന റസീന ജലീൽ ഇന്ന് കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. പുതിയ ഒരു തുടക്കമാണ്. വീട് കയറുന്നത് എന്തായാലും ശീലമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇത് പുതിയൊരു റോളാണ്. എങ്ങനെ കാണുന്നു? ഒരു കൗതുകത്തോടെ തന്നെയാണ് ഇപ്പോൾ ശരിക്കും കാണുന്നത്. എവിടെ ചെന്ന് അവസാനിക്കുന്നൊന്നും അറിയത്തില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഈ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നതിന് വേണ്ടി വീടുകൾ കയറി ശീലമുള്ള ഒരാളാണ്. പക്ഷേ ഇതിപ്പോൾ UDF സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ ചുമതല കൂടാതെ തന്നെ ഈ വീട് കയറിയിട്ടുള്ള ശീലമുള്ളത് കൊണ്ട് ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ ആശയായിട്ട് തന്നെ 13 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയാം. അതുകൊണ്ട് വേറെ നമുക്ക് ബുദ്ധിമുട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. SIR ഫോം നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ രണ്ടും കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഫോം കൊടുക്കുന്ന സമയത്ത് വോട്ടഭ്യർത്ഥന ഇല്ല. അതൊരു ടൈം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുത്തു പോയിക്കൊണ്ടിരുന്നത്. അത് രാവിലെ ആണെങ്കിലും വോട്ടഭ്യർത്ഥിക്ക് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് പോകണത്. അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു? ഇനിയാണ് ഉഷാറാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ ഞാൻ SIR ഫോമുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വേറെ പുതിയ ആളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് എനിക്ക് പകുതി സമാധാനമുണ്ട് പുതിയ ആൾക്ക് കൊടുത്തതുകൊണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഫീൽഡിൽ ഇറങ്ങാമല്ലോ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട്. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഇപ്പോൾ ഈ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും 3 പേരും ഒരേ വാർഡിൽ നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ കടുത്ത ഒരു മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും കടുത്ത മത്സരം തന്നെ ആയിരിക്കും. നമ്മുടെ 3 സ്ഥാനാർത്ഥികളും ഒരു വാർഡിൽ തന്നെ താമസിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ 3 സ്ഥാനാർത്ഥികളെ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. പിന്നെ നമുക്ക് 2 ടേണായിട്ട് ഇപ്പോൾ നമ്മളുടെ ഇത് പോയേക്കണത് കോൺഗ്രസിൻ്റെ വാർഡ് തന്നെയായിരുന്നു. ഇപ്പോൾ 2 ടേണായിട്ടാണ് ഇപ്പോൾ LDFൻ്റെ കയ്യിലേക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ജനങ്ങളെല്ലാവരും കൂടി നടക്കുന്നത്. CPMൻ്റെ കഴിഞ്ഞ 2 തവണ CPM തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ ഈ വാർഡ് തിരിച്ചു പിടിക്കണമെന്നൊരു ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനനുസരിച്ച് പ്രയത്നിക്കേണ്ടി വരും, പ്രചരണം നടത്തേണ്ടി വരും. തീർച്ചയായും. കാരണം 2 ടേൺ നമ്മളിൽ നിന്ന് പോയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഈ വാർഡിൽ നിലവിൽ ഇപ്പോൾ ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ വാർഡിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് റസീനയ്ക്ക് അറിയുന്നതാണ്. എന്തൊക്കെയാണ് പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങൾ? ഞാൻ ആശയം എന്ന നിലയിലാണെങ്കിലും ഇപ്പോൾ പ്രവർത്തക എന്ന നിലയിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ജനങ്ങൾ പറയുന്നത് നമ്മുടെ അടുത്ത് മാലിന്യത്തിനെ കുറിച്ച് തന്നെയാണ്. അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്ഥാനാർത്ഥിയായി വിജയിച്ച എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നമ്മളുടെ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നത് ഫുഡ് വേസ്റ്റ് കാര്യങ്ങളും അല്ലാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പറയുന്നത്. എല്ലാവരും ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് കൂടുതൽ ആളുകൾ കൊടുക്കുന്നില്ല, എല്ലാം വലിച്ചെറിയുകയാണ്. പല രോഗങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വാർഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലും ഓടകളൊന്നും പൂർണ്ണമായും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളക്കെട്ട് വരുന്ന സ്ഥലമാണ് നമ്മുടേത്. അതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഓരോ സ്ഥാനാർത്ഥികളും ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രയത്നത്തിൽ തന്നെയാണ് ഓരോരുത്തരുമുള്ളത്. ഇപ്പോൾ പ്രചരണങ്ങൾ കൊഴുകൊഴുക്കുകയാണ്. ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും അവരുടെ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. നമ്മൾ നമ്മുടെ രാഷ്ട്രീയ വാർത്തകളുമായി മുന്നോട്ട് തന്നെ പോകും. ക്യാമറ മഞ്ജീഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി. UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വോട്ട് വിഷയം വിവാദമായതോടെ തിരുവനന്തപുരം മുട്ടട സ്റ്റാർ വാർഡ് പട്ടികയിലാണ്. മുട്ടട ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ചോദ്യം. വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ LDFന് പ്രതികൂലമാകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവൻ. കഴിഞ്ഞ 25 വർഷമായി ഇടതിനോട് ചേർന്ന് നിൽക്കുന്ന വാർഡിൽ ഇത്തവണയും ഭരണം തുടർച്ച ഉണ്ടാകുമെന്നും അംശു വാമദേവൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ അതേ മേൽവിലാസത്തിൽ ഇത്തരത്തിൽ ചേർത്തിരുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകളെ പറ്റി ആരും പറയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു? മുട്ടടയിൽ LDFനും UDFനും ഇത് അഭിമാന പോരാട്ടമാണ്.
കഴിഞ്ഞ 25 വർഷമായി ഇടതിനാധിപത്യമുള്ള മണ്ണാണ് മുട്ടട. ഉയർന്ന വിവാദങ്ങളൊന്നും ഇടതിനെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് LDF സ്ഥാനാർത്ഥി അംശു വാമദേവൻ തന്റെ പ്രചാരണം തുടരുന്നത്. എന്നോടത്തെ LDFന്റെ സ്ഥാനാർത്ഥിയാണ് അംശു വാമദേവൻ എന്നാണ് പേര്. മുട്ടട ആര് പിടിക്കുമെന്നുള്ളത് ഇപ്പോൾ മുട്ടട വാർഡിലുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും മുട്ടട ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷം തന്നെ പിടിക്കും. അതിന് ഇടതുപക്ഷം ഇത്രയും നാൾ ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, മുട്ടട ഇടതുപക്ഷം തന്നെ പിടിക്കും, യാതൊരു സംശയവും വേണ്ട. നേരത്തെ ഉണ്ടായിരുന്ന വാർഡിൽ നിന്ന് മുട്ടടയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തൊട്ടടുത്ത വാർഡാണ് കേശവാസ്വരം വാർഡ്. യഥാർത്ഥത്തിൽ മുട്ടട വാർഡും കേശവാസ്വരം വാർഡും യഥാർത്ഥത്തിൽ ഒരു വാർഡായിരുന്നതാണ്. അത് കഴിഞ്ഞ ഡീലിമിറ്റേഷനിലാണ് യഥാർത്ഥത്തിൽ മുട്ടട വാർഡ് പ്രത്യേകം വാർഡായി രൂപീകരിക്കപ്പെടുന്നത്. മാത്രമല്ല ഇതിൻ്റെ സംഘടനാ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എല്ലാം ഈ വാർഡ് കൂടി കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളാരും അപരിചിതരല്ല, എല്ലാവരുമായിട്ട് സൗഹൃദമുള്ള വീടുകളാണ്. എല്ലാ വീട്ടിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള വീടുകൾ ഒരുപാടുള്ള ഒരു വാർഡ് തന്നെയാണ്. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന വിവാദങ്ങളും പിന്നീട് അത് അവർക്ക് അനുകൂലമായിട്ട് മാറിയതും LDFന് പ്രതികൂലമായിട്ട് മാറും എന്നൊരു തോന്നലുണ്ടോ? അതില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫീൽഡിലുണ്ട്. ഇവിടുത്തെ വാർഡിലെ എല്ലാ വീടുകളിലും കയറുകയാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് അത്തരത്തിലുള്ളതല്ല. കാരണം നമ്മൾ ഇത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് കൊടുത്ത പരാതിയല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടിയല്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഓരോ തവണയുമുള്ള വോട്ടേഴ്സ് ലിസ്റ്റുകൾ വെരിഫൈ ചെയ്യും. ആ വെരിഫൈ ചെയ്യുന്നത് അതാത് ബൂത്തിലെ സാധാരണ പ്രവർത്തകരാണ്. അവർ വെരിഫൈ ചെയ്ത് സ്ഥലത്തില്ലാത്ത ആളുകൾ, മരണപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ പുതുതായി വ്യാജമായി ചേർത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്ത് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഈ വാർഡിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഏകദേശം ഒരു 300ഓളം വോട്ടുകൾ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 69 വോട്ടുകൾ ഇതുപോലെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പിന്നെ പലതിലും നമുക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്ത വോട്ടുകൾ ഒക്കെ സ്വാഭാവികമായും വീണ്ടും ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സിൽ ഞങ്ങൾ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ അതേ മേൽവിലാസത്തിൽ ഇത്തരത്തിൽ ചേർത്തിരുന്ന വോട്ടുകളുണ്ട്. ആ വോട്ടുകളെ പറ്റി ആരും പറയുന്നില്ല. അദ്ദേഹത്തെ ഈ സ്ഥാനാർത്ഥിയുടെ അച്ഛൻ, അമ്മ, അതവരുടെ ബന്ധുക്കൾ, അവരെ ഒരുപാട് പേരെ അവിടെ ചേർത്തിരുന്നു. അത് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല. ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പോലും അതിനെപ്പറ്റി ഒരു അക്ഷരം പോലും ആരും മിണ്ടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വോട്ടുകൾക്ക് എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ ഈ എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ട് അതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ആ വോട്ടുകൾ എവിടെ പോയി എന്ന് ചോദിക്കണം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആയിരുന്നില്ല. ഞങ്ങളുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ ഞങ്ങൾ കൊടുത്ത പരാതിയാണ്. വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് എത്രത്തോളം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനം. അതാണ് തീർച്ചയായിട്ടും. ഈ പരാതി വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഇപ്പോഴും ഇല്ല പാർട്ടിക്ക്? അല്ല, പരാതി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരെങ്കിലും ഒരാൾക്ക് വേണ്ടി കൊടുത്ത പരാതിയല്ല. ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടർ ലിസ്റ്റിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി ഞങ്ങൾ കൊടുത്ത ഒരു പരാതി. ആ പരാതിയിൽ നിരവധി പരാതികളിൽ ഒന്നാണ്, ഞാൻ പറഞ്ഞില്ലേ 300-ലധികം പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ്. അതിലൊരു പരാതിയാണ് ഈ പിന്നീട് സ്ഥാനാർത്ഥിയായപ്പോൾ അത് വിവാദമാക്കിയത്. അപ്പോൾ തെരഞ്ഞെടുപ്പല്ലേ, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുട്ടടയിൽ ഭരണമാറ്റം ഉണ്ടാകില്ല? ഒരു കാരണവശാലും ഉണ്ടാവില്ല. ഈ ഒരു കൗൺസിലറെ സംബന്ധിച്ച് ആളുകൾ നോക്കുന്നത് അവരുടെ വഴി, അവരുടെ വെളിച്ചം, വെള്ളം, ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ആര് വിളിച്ചാൽ ആദ്യം ഓടി വരും, അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗമായി ആര് വരും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളെ തന്നെയാണ് അവർ പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ വിനയത്തോടു കൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും പറയുന്നത് LDFന് തന്നെയായിരിക്കും ഈ വാർഡ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും LDFനൊപ്പം നിന്ന വാർഡാണ് മുട്ടട. അത് ഇത്തവണയും LDFനൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ജീവിതം സുരക്ഷിതമാവണമെങ്കിൽ വീട് സുരക്ഷിതമാവണ്ടേ? പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്, മൾട്ടി ലെവൽ ലോക്കിംഗ് സിസ്റ്റത്തോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാളും മികച്ചത്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി.
സമ്മർ ഇൻ ബെത്ലഹേം തിരുമുല്ലവാരം ഫെസ്റ്റ്. കൗതുകം, സന്തോഷം, അത്ഭുതം. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഒരുമിക്കുന്ന ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9495329847. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. വാർത്തകൾ തുടർന്നു. ഈ തെരഞ്ഞെടുപ്പോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ CPIഎമ്മിന്റെ അടിത്തറ ഇളക്കുമെന്ന് UDFനെ അപ്രസക്തമാക്കുമെന്നും BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ വോട്ട് വർദ്ധിച്ച ഏക പാർട്ടിയാണ് BJP. അങ്ങനെയുള്ള BJP അപ്രസക്തമാകുമെന്ന് പറയുന്ന UDFും LDFും ആദ്യം സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. BJP എന്തുകൊണ്ട് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല എന്ന ചോദ്യത്തിനും KP പ്രകാശ് ബാബു കേരള വിഷൻ ന്യൂസിന് മറുപടി നൽകി. റിയാസ് KMR തയ്യാറാക്കിയ വാർത്ത കാണാം. 48 വർഷക്കാലമായി കോഴിക്കോട് നഗരസഭ ഭരിച്ചിട്ടുള്ള CPIഎം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ ഇപ്രാവശ്യം ഇളക്കും. UDFനെ കോഴിക്കോട്ട് അപ്രസക്തമാക്കും. കോഴിക്കോട് കോർപ്പറേഷൻ തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അവിടെ വലിയ പ്രതീക്ഷയാണ് ഇത്തവണ BJP നേതൃത്വം കാണുന്നത്. 39 സീറ്റുകൾ നേടുമെന്നതാണ് BJPയുടെ അവകാശവാദം. ആ അവകാശവാദത്തിന് പിന്നിലെ വസ്തുതകൾ എന്താണ് അത്രയും വലിയൊരു സംഖ്യയിലേക്ക് പ്രതീക്ഷ വെക്കാനുള്ള കാരണം തുടങ്ങിയവ വിശദീകരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള കോഴിക്കോട് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു. ആദ്യം തന്നെ ഇത്രയും വലിയൊരു സംഖ്യ 39, നിലവിൽ 7ആണ്. ആ 7ൽ നിന്ന് ഒറ്റയടിക്ക് എങ്ങനെ 39 എന്നൊരു സംഖ്യയിലേക്ക് നിങ്ങളുടെ ചിന്ത എത്തിയത് എന്നുള്ളതാണ്. ആദ്യമേ പറയട്ടെ, 48 വർഷക്കാലമായി കോഴിക്കോട് നഗരസഭ ഭരിച്ചിട്ടുള്ള CPIഎം നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ ഇപ്രാവശ്യം ഇളക്കും. UDFനെ കോഴിക്കോട്ട് അപ്രസക്തമാക്കും. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിൽ വിജയിക്കുകയും 23 2ാം സ്ഥാനം നേടുകയും 44 വോട്ട് വ്യത്യാസം ഉൾപ്പെടെയുള്ള 3ാം സ്ഥാനവുമുള്ള ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 11 കൊല്ലമായി കോഴിക്കോട് സിറ്റി കേന്ദ്രീകരിച്ചുള്ള കോർപ്പറേഷനിൽ 3 ഇരട്ടി വോട്ട് വർദ്ധിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാത്രം 14,000 വോട്ട് BJPക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഈ കോർപ്പറേഷൻ കഴിഞ്ഞ 20-ൽ കഴിഞ്ഞതിന് ശേഷം രാജ്യത്താകമാനമുണ്ടായിട്ടുള്ള മോദി പ്രഭാവം, രാജ്യത്തൊരു കരുത്തുറ്റ നേതൃത്വമുണ്ട്. ഈ 2 മുന്നണികളും രാജ്യത്തൊന്നാണ്. ഇത് ചിന്തിക്കാനും തിരിച്ചറിയാനൊക്കെ ഉള്ള നല്ല ബോധമുള്ള ജനതയാണ് കോഴിക്കോട് ജനത. 1. 2, ഒന്നിൽ കൂടുതൽ പത്രങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ഞാനൊരു 3 ഉദാഹരണം പറയാം. ഏറ്റവും ഒടുവിലായിട്ട് കെട്ടിഘോഷിച്ച 3 ഉദ്ഘാടനം എന്ന് പറയുന്നത് 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, എല്ലാവർക്കും ആരോഗ്യം. ഈ 24 ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സെൻട്രൽ സെക്ടർ സ്കീമാണ്. 100% ഫണ്ട് കേന്ദ്രത്തിൻ്റെ. ഉദാഹരണം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ മന്ത്രിമാർ. അപ്പോൾ കേന്ദ്ര പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഈ ഫുഡ് സ്ട്രീറ്റ് 90ഓളം സ്ട്രീറ്റ് വെണ്ടേഴ്സിന് വേണ്ടിയുള്ള നമ്മുടെ ബീച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള അതിൽ 2,40,00,000 കേന്ദ്രവും 1,05,00,000 തദ്ദേശവും. ഇതല്ലേ അവസ്ഥ. അപ്പോൾ അതും കേന്ദ്ര പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. 3 മന്ത്രിമാർ ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് 55 കോടിയും കേന്ദ്രത്തിൻ്റെ. ഇനി ഇതൊക്കെ പോട്ടെ, എന്തെങ്കിലും ഒരു ഞങ്ങളുടെ സ്വന്തം ഫണ്ട് കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി പറയാൻ ഞാൻ 48 കൊല്ലം ഭരിച്ച CPMനെ വെല്ലുവിളിക്കുകയാണ്. കുടിവെള്ളം കൊടുക്കുന്നത് കേന്ദ്ര പദ്ധതി, വീട് കൊടുക്കുന്നത് കേന്ദ്ര പദ്ധതി, അമൃത് നഗരം, പുതിയ ബസ് സ്റ്റാൻഡിലെ നമ്മളെ ആ ഒരു ഫ്ലൈ ഓവർ മറ്റേ ഫുട് ഓവർ ബ്രിഡ്ജ് മുഴുവൻ കേന്ദ്ര ഫണ്ട്, ഓട വൃത്തിയാക്കുന്നത് കേന്ദ്ര ഫണ്ട്, മെഡിക്കൽ കോളേജിലെ നമ്മളെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേന്ദ്ര ഫണ്ട്, ഇപ്പൊ വിവാദമായ ആവിക്കൽ അവിടെയുള്ള അത് കേന്ദ്ര ഫണ്ട്. ഇപ്പൊ എന്താ നിങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയണ്ടേ. ചുരുങ്ങിയത് കേന്ദ്രം വികസിപ്പിച്ചെടുത്ത അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 3 സെന്ററിന്റെ ഇടയിലുള്ള ഒരു റോഡ് ഒന്ന് വീതിയാക്കാനോ ഒന്ന് നന്നാക്കാനോ ഉള്ള പരിശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഒറ്റൊന്ന് മതി കോഴിക്കോട് ജനതയെ ബോധ്യപ്പെടുത്താൻ. 65,000 കോടി രൂപ ഹൈവേ, അതിന്റെ തൊട്ടിപ്പുറത്ത് 195 കോടി രൂപയുടെ മെഡിക്കൽ കോളേജിലെ PMSSY ബ്ലോക്ക്, 500 ബെഡ്, 19 വെന്റിലേറ്റർ കണക്റ്റഡ് ICU ഇത് ഉൾപ്പെടുന്നത്. ഇവിടെ 450 കോടിയുടെ റെയിൽവേ വികസനം. ഈ 3ന്റെ ഇടയിൽ ഒരു റോഡുണ്ട്. ഇതിന്റെ ഗുണമെങ്കിലും ജനങ്ങളെ എത്തിക്കാനുള്ള ഒരു നഗരപാത പോലും വികസിപ്പിക്കാത്ത, ഒരു പാർക്കിംഗ് പ്ലാസ പോലും ഇല്ലാത്ത ഇന്ത്യ രാജ്യത്തെ
ഏക കോർപ്പറേഷനായത്. എന്നിട്ട് എന്ത് തുടർഭരണം? ഇതന്നെ ഞങ്ങളുടെ ആത്മവിശ്വാസം. ഞങ്ങൾക്ക് 2011 ഉള്ള വോട്ടിൻ്റെ 3 ഇരട്ടിയാണ് ഈ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള അസംബ്ലി മണ്ഡലത്തിലുള്ള വോട്ട്. നിങ്ങളുടെ വോട്ട് LDFിൻ്റെ UDF വോട്ടോ 5000 കൂടിയിട്ടുണ്ടോ? അപ്പോൾ ജനങ്ങൾ നല്ല ബോധ്യവന്മാരാണ്, ഞങ്ങൾക്കും നല്ല ബോധമുണ്ട്. BJP നിങ്ങളുടെ അടിക്കൽ ഇളക്കുക തന്നെ ചെയ്യും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും BJPയിലെ വിഭാഗീയത അത് BJPക്ക് തിരിച്ചടിയാകുമെന്നാണ് LDFും UDFും പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന PM നിയാസ് പറഞ്ഞത് BJP അപ്രസക്തമാകുമെന്നുള്ളതാണ്. LDF നേതാക്കൾ പറയുന്നത് BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുക്കുമെന്നുള്ളതാണ്. PM നിയാസിന്റെ വീട് നിൽക്കുന്ന വാർഡിൽ 12 പേരുടെ പേര് വന്നിട്ട് ഒളിച്ചോടി പാറോപ്പടി പോയ നേതാവാണ് PM നിയാസ്. ആ നിയാസ് ഞങ്ങളുടെ BJPയിൽ നിന്ന്, സിറ്റിയിലെ കോർപ്പറേഷനിൽ നിന്ന് ഒരാൾ ഇതുവരെ രാജിവെച്ചിട്ടില്ല. ഒരാൾ വോട്ടർ പട്ടിക ചേർക്കാതെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും അടിയുമില്ല. നിങ്ങൾ ആദ്യം നല്ലളത്ത് അടിയൊന്ന് തീർക്ക്, നിങ്ങളെ സ്വന്തം വാർഡിൽ അടിയൊന്ന് തീർക്ക്. സ്വന്തം വാർഡിൽ ഒരാൾ പേര് പറയാനില്ലാത്ത ഒളിച്ചോടിപ്പോയ നേതാവാണോ BJP? 76 വാർഡിലും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഒരു അടിയും ഒരു പോറലും ഇല്ലാത്തപ്പോൾ നിങ്ങൾക്കിതൊക്കെ പറയണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ പലതും പറയേണ്ടി വരും. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാണക്കാട്ട് തങ്ങളെ തന്നെ ഭീകര സംഘടനയുടെ നേതാക്കളിവിടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഒരു ബേജാറൊണ്ടും കാര്യമില്ല. സ്വന്തം പാർട്ടിയിലെ ആദ്യം ഒന്ന് അച്ചടക്കത്തോടെ നിൽക്കുക. BJPയിൽ അങ്ങനത്തെ ഒരു LDFും പറയുന്നത് ഈ BJPയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും. അല്ല, ആത്മവിശ്വാസം എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് നല്ലതാ. സ്വന്തം മണ്ണിലെ കാലിളകിപ്പോകുന്നത് TP ദാസന്റെ മകള് മത്സരിക്കുന്ന വാർഡിൽ വരെ എന്താ പ്രശ്നം ഞങ്ങൾക്കറിയാം. അതൊന്ന് പരിഹരിച്ചിട്ട് ഇതൊക്കെ ഒന്ന് പറയാം. എന്തായാലും ആത്മവിശ്വാസം നല്ലതാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 13-ാം തീയതി നമുക്ക് കാണാം എന്താ റിസൾട്ട് എന്നുള്ളത്. എന്തുകൊണ്ടാണ് BJP ഒരു മേയർ സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിക്കാത്തത് എന്നുള്ള ചോദ്യം ഉയരും. അല്ല, മേയർ സ്ഥാനാർത്ഥി ആരും പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മുസാഫർ അഹമ്മദിന്റെ പേര് പോലും മേയർ സ്ഥാനാർത്ഥിയായിട്ട് പറയാൻ മടിക്കുന്നു. PM നിയാസിന്റെ പേര് പോലും മേയർ സ്ഥാനാർത്ഥിയായി മടിക്കുന്നു. BJP ഏതോ വികാരം അല്ല, ആർക്കും ഇല്ലല്ലോ. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ മുസാഫർ അഹമ്മദിന്റെ പേര് പറയുന്നതിൽ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട്. നിയാസിന്റെ പേര് പറയുന്നത് പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ട്. ഞങ്ങളുള്ളിൽ മേയർ സ്ഥാനാർത്ഥി പറയുന്ന പ്രശ്നമില്ല. കഴിഞ്ഞതിനും ഞങ്ങൾ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആ 2 പേര് പറയാത്തത് ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. CPMും കോൺഗ്രസും ഉത്തരം പറയേണ്ടി വരും. BJP വലിയ ആത്മവിശ്വാസത്തിൽ, നല്ല ആത്മവിശ്വാസമാണ്. എന്തായാലും താങ്കൾ ആത്മവിശ്വാസം രക്ഷിക്കട്ടെ എന്ന് മാത്രം പറയുകയാണ്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തൃശൂർ വെങ്കിടങ്ങ പഞ്ചായത്തിൽ അധ്യാപികയോടൊപ്പം വിദ്യാർത്ഥികളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത്. വെങ്കിടങ്ങ പഞ്ചായത്തിൽ വാർഡ് 6-ൽ LDF സ്ഥാനാർത്ഥിയായാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളായി വിരമിച്ച ശൈലജ മധുസൂദനൻ മത്സരിക്കുന്നത്. ഈ അധ്യാപികയുടെ ശിഷ്യരായ ഫെമിന അൻസാർ, PM മനീഷ്, PU അഭിജിത്ത്, സൂര്യരാജ് എന്നിവരാണ് പഞ്ചായത്തിലെ മറ്റ് വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തന്റെ വിദ്യാർത്ഥികൾ മത്സരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ശൈലജ മധുസൂദനൻ പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിക്കട്ടെ. കാരണം എന്നെ സംബന്ധിച്ച് ഈ ഇപ്രാവശ്യത്തെ ഇലക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ 4 വിദ്യാർത്ഥികളും എൻ്റെ കൂടെ മത്സരത്തിനുണ്ട്, പല പല വാർഡുകളിലായിട്ട്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ ഉയരത്തിൽ പറക്കുന്നത് കാണാനാണ് ഏതൊരു അധ്യാപികയും ഏതൊരു അമ്മയും ആഗ്രഹിക്കുക. അപ്പോൾ ഒരു അധ്യാപികയുടെയും അമ്മയുടെയും വികാരത്തോടു കൂടി ഞാൻ പറയുകയാണ്, എൻ്റെ കുട്ടികൾക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഭവമാണ്. ഇലക്ട്രോണിക്സ് റീറ്റെയിൽ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ടിന്റെ പുതിയ ഷോറൂം തലയോലപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ തുടങ്ങി ഉപഭോക്താക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ഓക്സിജന്റെ കോട്ടയത്തെ പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ, മികച്ച വില, ഒപ്പം വിദഗ്ധരായ ജീവനക്കാരുടെ സേവനം എന്നിവ ഓക്സിജൻ ഉറപ്പുവരുത്തുന്നു. വിദ്യാർത്ഥി സംഘടനാ കാലത്താണ് ഓക്സിജന്റെ പേര് ആദ്യമായി കണ്ടതെന്ന് മന്ത്രി P പ്രസാദ് പറഞ്ഞു.
പ്രാണവായുവിനെ പോലെ ഒരു വീടിന് അത്യാവശ്യമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. പ്രാണവായു പോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാറുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സ്ഥാപനത്തിന് ഓക്സിജൻ എന്ന പേര് ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ കെ തോമസ് നൽകാൻ കാരണമെന്ന് തോന്നിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഒരു വിദ്യാർത്ഥി സംഘടനാ കാലത്താണ് ഈ പേര് ഞാൻ ആദ്യമായി കാണുന്നത്. പ്രാണവായുവിനെ പോലെ പ്രാധാന്യത്തോടെ ഒരു വീടിനും വ്യക്തിക്കും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അത്യന്താപേക്ഷിതമായി മാറും എന്ന് ഈ മനുഷ്യന് 10-20 കൊല്ലം മുമ്പേ തോന്നി എന്നുള്ളതിന്റെ പേരിലാണ് ഓക്സിജൻ എന്നൊരു പേര് അദ്ദേഹം ഇട്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സ്ഥാപനം തലയോലപ്പറമ്പിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് വരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിരവധിയായി തലയെടുപ്പോടുകൂടി നിരവധിയായ സ്ഥാപനം ഉയർന്നു നിൽക്കുന്ന തരത്തിലേക്ക് എത്തുന്നത്. ഓക്സിജന്റെ കോട്ടയം ജില്ലയിലെ 11ാമത്തെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ കെ തോമസ് പറഞ്ഞു. കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ് എല്ലാ ജില്ലകളിലും ഷോറൂം തുടങ്ങാൻ കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ 2.5 പതിറ്റാണ്ട് മുമ്പ് കോട്ടയത്ത് നിന്നാണ് എളിയ ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് കിട്ടിയ ഒരു പിന്തുണയാണ് കേരളമൊട്ടാകെ ഷോറൂമുകൾ സ്ഥാപിക്കാനായിട്ട് ഓക്സിജന് പ്രേരണയായത്. ഇന്ന് കോട്ടയത്തെ 11ാമത്തെ ഷോറൂമാണ്. ഇവിടെ എല്ലാ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെയും ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളും ഹോം അപ്ലയൻസുകളും ഒരു കുടക്കീഴിൽ നമ്മൾ അണിനിരത്തിയിട്ടുണ്ട്. എല്ലാ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളുടെയും വായ്പാ സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടനമായതുകൊണ്ട് തന്നെ ധാരാളം ഓഫറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്കായി അത്യുഗ്രൻ ഓഫറുകളും പ്രത്യേക വിലക്കുറവുമാണ് ഓക്സിജൻ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചേർന്ന് പലിശരഹിത വായ്പാ സൗകര്യവും ഉണ്ടായിരിക്കുമെന്ന് ഓക്സിജൻ മാനേജ്മെന്റ് അറിയിച്ചു. ചടങ്ങിൽ CK ആശ MLA, മോൻസ് ജോസഫ് MLA, കേരള റബ്ബർ ലിമിറ്റഡ് ചെയർപേഴ്സണും MDയുമായ ഷീല തോമസ്, ഓക്സിജൻ CEO ഷിജോ കെ തോമസ്, ICM കമ്പ്യൂട്ടേഴ്സ് ഉടമ സോജൻ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് കോട്ടയം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. നിറമെഴുതിയ സുദിനം, പ്രിയകരമതി മൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർക്ക് ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, തലശ്ശേരി അതിരൂപതയുടെ സംരംഭം, കുന്നോത്ത്, ഇരിട്ടി. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.
in association with HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. Kavita Gold and Diamonds, the versatile jewelry. KSF പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. വാർത്തകൾ തുടർന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. ചില നേതാക്കൾ ഫ്യൂഡൽ മാടമ്പികളാണ്. അടികൊണ്ടവർക്കും ജയിലിൽ കിടന്നവർക്കും സീറ്റില്ല, വോട്ടില്ലാത്തവർക്ക് വീട്ടിൽ പോയി ഷാൾ അണിയിക്കുമെന്നും വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എന്ത് പക്വതയാണ് പാർട്ടി കാണിച്ചതെന്നും ദുൽകിഫിൽ ചോദിച്ചു. സ്കൂൾ തെരഞ്ഞെടുപ്പിൽ KSU പ്രവർത്തകർ ഇതിനേക്കാൾ ജാഗ്രത കാണിക്കും. അച്ചടക്കത്തിന്റെ വാളുമായി വരേണ്ടതില്ലെന്നും ഇതിനെതിരായ പോരാടാൻ തന്നെയാണ് തീരുമാനമെന്നും ദുൽകിഫിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കാസർഗോഡ് ഉളിയത്തടുക്കയിൽ ശുചിത്വ മിഷന്റെ തെരഞ്ഞെടുപ്പ് ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി തടഞ്ഞ സംഭവത്തിൽ 50 പേർക്കെതിരെ കേസ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെള്ളിയാഴ്ചയാണ് കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ഒരു സംഘം ആളുകൾ തടഞ്ഞത്. സംഘത്തിലുള്ളവർ സ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ മിഷനും ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഘർഷമുണ്ടായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മതിലിടിഞ്ഞു വീണ് 70കാരി മരിച്ചു. കണ്ണംകുടി സ്വദേശി സരോജിനിയാണ് മരിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിനായി ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ സമീപവാസിയുടെ മതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. പ്രദേശത്ത് നേരിയ തോതിൽ മഴ ഉണ്ടായിരുന്നു. സമീപവാസികൾ ഓടിയെത്തിയെങ്കിലും സരോജിനിയെ രക്ഷിക്കാനായില്ല. മലപ്പുറം ജില്ലാ കലോത്സവത്തിൽ ഹാട്രിക് വിജയം കരസ്ഥമാക്കി ആൻമരിയ അജിൻ. മലയാള പ്രസംഗം, ഉപന്യാസം, ദേശഭക്തി ഗാനം എന്നീ മത്സരങ്ങളിലാണ് സംസ്ഥാന തലത്തിലേക്ക് ആൻമരിയ യോഗ്യത നേടിയത്. നിലമ്പൂർ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ ആൻമരിയ വരാനിരിക്കുന്ന സംസ്ഥാന കലോത്സവത്തിലും ഈ മികവ് ആവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഈ വർഷത്തെ മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഏകദേശം 4 ഇനങ്ങളിൽ മത്സരിക്കാൻ സാധിച്ചു. മത്സരിച്ച 4 ഇനങ്ങളിൽ 3 ഇനങ്ങളിൽ സംസ്ഥാന തലത്തിലേക്ക് പങ്കെടുക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലയെ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഞാനാണ് പ്രതിനിധീകരിക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്ന അന്തർ സംസ്ഥാന മോഷ്ടാവ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശി വടുവേലുവാണ് പിടിയിലായത്. 2024 പാവുമ്പയിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് 6 പവനോളം സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെ മധുരയിൽ നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. തമിഴ്നാട്ടിൽ 25ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ലോറികളിൽ ജോലിക്കായി വന്ന് മോഷണം നടത്തി തിരിച്ച് അതേ ലോറിയിൽ തിരിച്ചു പോകുന്നതാണ് രീതി. ഗുരുവായൂരിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നയാൾ പിടിയിൽ. കണ്ടാനശ്ശേരി സ്വദേശി അബ്ദുൾ വഹാബിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി രാത്രികാലങ്ങളിൽ ഗുരുവായൂർ കണ്ടാനശ്ശേരി മേഖലകളിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകൾക്ക് നേരെയും വിദ്യാർത്ഥിനികൾക്ക് നേരെയും ലൈംഗിക അതിക്രമം നടത്തിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് പോലീസ് വേഷം മാറി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കൊല്ലം അഞ്ചലിൽ വീട്ടിൽ കയറി സ്ത്രീയുടെ 3 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെട്ട മോഷ്ടാവിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടി. ആലഞ്ചേരി സ്വദേശി സന്തോഷാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. പുഞ്ചക്കോണം ചരുവിള വീട്ടിൽ സൗദാമിനിയുടെ മാലയാണ് പൊട്ടിച്ചത്. മോഷണ ശ്രമത്തിനിടയിൽ സൗദാമിനിയുടെ കഴുത്തിന് പരിക്കേറ്റു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കുകയും സ്വർണ്ണമാല കണ്ടെടുക്കുകയും ചെയ്തു.
തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പാചക മത്സരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് PSM LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി AEO ബീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. 21 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മികച്ച പാചക തൊഴിലാളിക്ക് സർട്ടിഫിക്കറ്റും സമ്മാനവും നൽകി. ഇന്ന് പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഭക്ഷണ രീതിയാണ്, ഭക്ഷണ മെനുവാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഈ മത്സരത്തിൽ നിന്നും മികച്ചവയാണെന്ന് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ ഉച്ചഭക്ഷണ മെനുവിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ട്. കാട്ടാക്കട സബ് ജില്ലയില് 2ാമത് പ്രാവശ്യമാണ് പാചക തൊഴിലാളികളുടെ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ന് മത്സരത്തിന് താല്പര്യപൂർവ്വം മുന്നോട്ട് വന്ന 22 പാചക തൊഴിലാളികളാണ് ഇന്നിവിടെ മത്സരത്തിന് അരങ്ങേറുന്നത്. പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു പാചക കല പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം. തൃശൂർ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ നിയന്ത്രണം വിട്ട കാറ് ഇരുചക്ര വാഹനത്തിലിടിച്ച് 55-കാരന് പരിക്കേറ്റു. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന മലപ്പുറം സ്വദേശിയുടെ കാറാണ് എതിർദിശയിൽ നിന്ന് വന്ന ഇരുചക്ര വാഹനത്തിലിടിച്ചത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാറ് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഏതാനും ഇരുചക്ര വാഹനങ്ങളിലും ഇടിച്ചു. കാൽനടപ്പാതയിലെ കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ചാണ് കാറ് നിന്നത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പരിക്കേറ്റ യാത്രികനെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ കാറിനും മറ്റ് ഇരുചക്ര വാഹനങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ +1 വിദ്യാർത്ഥിയെ അധ്യാപകർ ശാസിച്ചുവെന്നാരോപിച്ച് സ്കൂൾ ആക്രമിച്ച മൂവർ സംഘം പോലീസ് കസ്റ്റഡിയിൽ. വെന്നിക്കോട് സ്വദേശികളായ ഷാനു, ശ്രീകുട്ടൻ, +1 വിദ്യാർത്ഥി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. നവംബർ 5-നാണ് കേസിനാസ്പദമായ സംഭവം. ചെറുന്നിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെ അധ്യാപകർ വഴക്ക് പറഞ്ഞെന്നാരോപിച്ചാണ് 3 അംഗ സംഘം ഇരുട്ടിന്റെ മറവിൽ ആക്രമണം നടത്തിയത്. കുട്ടികൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ടാപ്പുകൾ അടിച്ചു തകർക്കുകയും സ്കൂളിന് മുന്നിൽ അലങ്കാരത്തിനായി സ്ഥാപിച്ച ചെടികൾ തകർക്കുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ ട്യൂഷൻ അധ്യാപകന് 30 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വള്ളക്കടവ് സ്വദേശി ഉത്തമനാണ് അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പിഴത്തുക അതിക്രമത്തിന് ഇരയായ കുട്ടിക്ക് നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 2023-ലാണ് ട്യൂഷൻ പഠിക്കാൻ എത്തിയ കുട്ടിയെ പ്രതി വീട്ടിൽ വെച്ച് പീഡനത്തിനിരയാക്കിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ആംബുലൻസിന്റെ ചില്ല് തകർക്കുകയും ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി അറസ്റ്റിൽ. മേത്തല സ്വദേശി രജനീഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ വെച്ചായിരുന്നു സംഭവം. ആംബുലൻസ് കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ വെച്ച് പ്രതി ഓടിച്ചിരുന്ന ഓട്ടോ ടാക്സിയുടെ സൈഡിൽ തട്ടിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പ്രതി ആക്രമണം നടത്തിയത്. തൃശൂർ ചാലക്കുടിയിലെ കവർച്ചാ കേസ് പ്രതി ചെന്നൈ വിമാനത്താവളത്തിൽ അറസ്റ്റിൽ. മാള സ്വദേശി നിബിനാണ് അറസ്റ്റിലായത്. കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയും ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ദുബായിൽ നിന്ന് ചെന്നൈ എയർപോർട്ട് വഴി രഹസ്യമായി നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അറസ്റ്റിലായത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിബിൻ. ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭേദപ്പെട്ട സ്കോർ. 1-ാം ദിനം കളി അവസാനിപ്പിച്ചപ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക. 49 റൺസ് എടുത്ത ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണ് പ്രോട്ടീസിന്റെ ടോപ്പ് സ്കോറർ. നായകൻ ടെംബ ബൗമ 41 റൺസ് എടുത്തു. 3 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് ദക്ഷിണാഫ്രിക്കൻ നിരയെ തകർത്തത്. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, രവീന്ദ്ര ജഡേജ എന്നിവർ 1 വിക്കറ്റ് വീതം വീഴ്ത്തി. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം ഋഷഭ് പന്താണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ഗില്ലിന്റെ അഭാവത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയിരുന്നു.
PV അൻവറിന്റെ വീട്ടിലെയും സ്ഥാപനങ്ങളിലെയും റെയ്ഡിൽ വിശദീകരണവുമായി ED. 22.3 കോടിയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നതെന്നും ഒരേ പ്രോപ്പർട്ടി ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ KFC വഴി തരപ്പെടുത്തിയെന്നും ED വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ലോൺ തുക അൻവർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് വക മാറ്റിയതായും 2016 14.38 കോടി സ്വത്ത് 2021 64.14 കോടിയായി വർദ്ധിച്ചതിൽ കൃത്യമായ വിശദീകരണം നൽകാൻ അൻവറിനായില്ലെന്നും ED വ്യക്തമാക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി, കോഴിക്കോട്, ചെന്നൈ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് അൻവറിന്റെ വസതിയിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. ഇനി നോക്കാം സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,535 രൂപ, പവന് 92,280 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,540 രൂപ, പവന് 76,320 രൂപ. വെള്ളി ഗ്രാമിന് 166 രൂപ, കിലോ 1,66,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. പെട്ര പ്രീമിയം സ്റ്റീൽ ഡോസ്. ഇനി തീ പിടിക്കുമെന്നോ ചിതലരിക്കുമെന്നോ ഭയക്കണ്ട. വിവിധ അളവുകൾ, ട്രെൻഡി ഡിസൈനുകൾ, മാത്രമല്ല എളുപ്പത്തിൽ ഫിറ്റും ചെയ്യാം. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. 35 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള ധനലക്ഷ്മി ഗ്രൂപ്പ് തൃശൂർ മരത്താക്കരയിൽ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പുതിയ സംരംഭം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ആകർഷകമായ പലിശ നിരക്കിൽ ഫിക്സഡ് സേവിംഗ് ആൻഡ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളും നിങ്ങൾക്ക് താങ്ങാവുന്ന പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, സ്മാൾ വാല്യൂ ലോൺ ആൻഡ് ട്രേഡേഴ്സ് ലോണുകളും. ഉടൻ വിളിക്കൂ. ഹെഡ് ഓഫീസിൽ പോണ്ടിച്ചേരി, കോർപ്പറേറ്റ് ഓഫീസിൽ മരത്താക്കര, PMG ടവർ തൃശൂർ. ഞങ്ങളുടെ സർവീസുകൾ കേരള, തമിഴ്നാട്, കർണാടകയിൽ അവൈലബിൾ ആണ്. കോൾ 9188606060. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Hurix Google TV by CJ Smart. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. Supra Pacific Financial Services Limited, a BSE listed NBFC. Most trusted brand, Herocraft. വെസ്റ്റ്ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശൂർ, a unit of Westford Hospital. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. വാർത്തകൾ തുടർന്നു. തൃശൂർ ചെറുതുരുത്തിയിൽ വാഹനങ്ങളുമായി കല്യാണ സംഘം നടത്തിയ റോഡ് ഷോയിൽ കൂട്ടത്തല്ല്. വെട്ടിക്കാട്ടിരി KJM ഓഡിറ്റോറിയത്തിലാണ് സംഭവം. പള്ളം സ്വദേശിയും മാറ്റൂർ സ്വദേശിനിയുടെയും കല്യാണത്തിനായി വന്ന ഒരു സംഘം യുവാക്കൾ വാഹനങ്ങളുമായി സംസ്ഥാന പാതയിലൂടെ റോഡ് ഷോ നടത്തിയതോടെ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുകയായിരുന്നു. ഇവരുടെ പുറകിൽ വന്ന ടിപ്പർ ലോറി ഹോൺ മുഴക്കി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. കല്യാണത്തിനെത്തിയ ഒരു സംഘം യുവാക്കൾ ഇയാളെ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിന് നാട്ടുകാർ ഇവരെ തടയുകയായിരുന്നു. ഇതോടെ സംഘർഷം കൂട്ടത്തല്ലിൽ അവസാനിച്ചു.
പരസ്പരം കല്ലേറുണ്ടായതിനെ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് ചെറുതുരുത്തി പോലീസ് എത്തി ലാത്തി വീശിയാണ് ആളുകളെ സ്ഥലത്തു നിന്നും മാറ്റിയത്. കൊച്ചിയിൽ പങ്കാളിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവത്തിനെതിരെ പാർട്ടി നടപടി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഗോപുവിനെ BJP പുറത്താക്കി. കഴിഞ്ഞ ദിവസമാണ് മർദ്ദനമേറ്റ യുവതി എറണാകുളം മരട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. മൊബൈൽ ഫോൺ ചാർജർ ഉപയോഗിച്ചാണ് യുവതിയെ ഗോപു ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ ഇയാൾക്കെതിരെ പോലീസ് കൊലപാതക ശ്രമത്തിന് കേസെടുത്തിരുന്നു. കൊച്ചി തേവര കൂന്തുരുത്തിയിൽ സ്ത്രീയെ വീടിന് മുന്നിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൂന്തുരുത്തി സ്വദേശി ജോർജിന്റെ വീടിന് മുന്നിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. സംഭവത്തിൽ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയാണ്. ഇവർ പാലക്കാട് സ്വദേശിനിയാണെന്നാണ് വിവരം. പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ജോർജിന്റെ മൊഴി. ഇന്നലെ രാത്രിയാണ് സ്ത്രീയെ ജോർജ് വീട്ടിലെത്തിച്ചത്. തുടർന്ന് ഇരുവരും പണത്തെ ചൊല്ലി തർക്കമുണ്ടായി. തുടർന്ന് മുറിയിലുണ്ടായിരുന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശരീരം കയറിൽ കെട്ടി റോഡിൽ തള്ളാനായിരുന്നു പദ്ധതി. മദ്യപിച്ച് അവശ നിലയിലായതിനാൽ ഇതിന് കഴിഞ്ഞില്ല. മൃതദേഹത്തിന് അരികിലിരുന്ന ജോർജ് ഉറങ്ങിപ്പോയി. പുലർച്ചെ ശുചീകരണ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. കൊച്ചി പാലാരിവട്ടത്ത് സിവിൽ പോലീസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയെടുത്ത SIക്കെതിരെ കേസ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ SI KK ബിജുവിനെതിരെയാണ് കേസെടുത്തത്. സ്പായിൽ പോയ കാര്യം ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്നാണ് പരാതി. സ്പാ ജീവനക്കാരുടെ സഹായത്തോടെയാണ് പണം തട്ടിയത്. കൊച്ചിയിലെ സ്പായിൽ പോയ CPOയെ തന്റെ സ്വർണ്ണമാല മോഷ്ടിച്ചുവെന്ന് ആരോപിച്ച് സ്പാ ജീവനക്കാരി നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതറിഞ്ഞ ബിജു പ്രശ്നം പരിഹരിക്കാൻ ഇടനിലക്കാരനായി എത്തുകയായിരുന്നു. തുടർന്ന് സംഭവം വീട്ടിൽ അറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്നും പണം നൽകുന്നതാണ് നല്ലതെന്നും ബിജു CPOയോട് പറഞ്ഞാണ് പണം തട്ടിയത്. സ്പാ ജീവനക്കാരിയുമായി ചേർന്നായിരുന്നു ഇത്. തുടർന്ന് CPO 4 ലക്ഷം രൂപ നൽകുകയായിരുന്നു. തുടർന്നാണ് CPO പരാതി നൽകിയത്. കാസർഗോഡ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്ത കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ. തായന്നൂർ സ്വദേശി സച്ചിൻ കുര്യാക്കോസിനെയാണ് അമ്പലത്തറ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തായന്നൂരിൽ ബസ് ഇറങ്ങി ഇടവഴിയിൽ കൂടി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന്. ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തൃശൂർ കുറുപ്പം റോഡിലെ കടയിൽ നിന്നുമാണെന്ന് കണ്ടെത്തി. ചുറ്റിക വാങ്ങിക്കാൻ കടയിലെത്തിയ ആളുടെ ദൃശ്യങ്ങൾ കടയിലെ CCTV ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചു. എന്നാൽ കടയിൽ ഉണ്ടായിരുന്നവർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് സ്ഥിരീകരിച്ച് കടയുടമ. സംഭവ ദിവസം 6 മണിയോടെയാണ് അക്രമി ചുറ്റിക വാങ്ങിക്കാൻ എത്തിയതെന്ന് കുറുപ്പം റോഡിലെ കടയുടമ സുബ്രഹ്മണ്യം പറഞ്ഞു. ആളിപ്പോൾ നോർമലി എല്ലാ ദിവസവും കസ്റ്റമേഴ്സ് അവർ വന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഒരുപാട് കസ്റ്റമേഴ്സ് അന്നൊരു 6 മണിയായപ്പോൾ വന്നു. അത് CCTV ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് സമയം മനസ്സിലായത്. ആൾ വന്നു, ചിറ്റ് മേടിച്ചു, ക്യാഷ് തന്നു, നമ്മൾ ബാലൻസ് കൊടുത്ത് വിട്ടു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ സ്റ്റാഫാണ് കൊടുത്തത്. അപ്പോൾ ആൾ ക്യാഷ് തന്നു, ബാക്കി ബാലൻസ് ഞാൻ കൊടുത്തു. ആൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ആരെ കസ്റ്റമർ മുഖത്തിന് ചായ.
കൊച്ചി കപ്പൽശാലയുടെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയ 2 പേർ കർണാടകയിൽ അറസ്റ്റ്. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ സ്വദേശികളായ രോഹിത്, സാൻഡ്രി എന്നിവരാണ് ഉടുപ്പി പോലീസിന്റെ പിടിയിലായത്. നാവികസേനയുടെ കപ്പലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചോർത്തിയത്. കപ്പൽശാലയിൽ കരാർ ജോലിക്കാരനായിരുന്നു രോഹിത്. വാട്സാപ്പ് വഴിയാണ് വിവരങ്ങൾ കൈമാറിയത്. ഉടുപ്പിയിലെ മാൽപ്പോയിലേക്ക് മാറിയ ശേഷവും സുഹൃത്ത് വഴി വിവരങ്ങൾ ശേഖരിച്ച് കൈമാറിയെന്നാണ് കണ്ടെത്തൽ. കപ്പൽശാല അധികൃതരുടെ പരാതിയിലാണ് അറസ്റ്റ്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള സംസ്ഥാന ഭാഗ്യക്യൂറി വകുപ്പിന്റെ ഈ വർഷത്തെ പൂജ ബമ്പർ നറുക്കെടുത്തു. 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം JD 545542 എന്ന നമ്പറിനാണ് ലഭിച്ചത്. പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. കിങ് സ്റ്റാർ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും, മൂന്നാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പേർക്കും നൽകും. നാലാം സമ്മാനമായി 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും നൽകും. പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹമായ നമ്പർ JD 545542. അതിരപ്പള്ളിയിൽ കാട്ടാൻ ആക്രമണം. ആന ക്വാർട്ടേഴ്സും പള്ളിയും തകർത്തു. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ TSR ക്വാർട്ടേഴ്സ്, വെറ്റിലപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് നേരെയും ആയിരുന്നു ആക്രമണം. ക്വാർട്ടേഴ്സ് പൊളിച്ചകത്ത് കയറിയ ആന വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TSR ക്വാർട്ടേഴ്സ്. കാട്ടാന ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങളാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത്. പള്ളിയുടെ പുറകുവശത്തെ ഗ്രില്ല് തകർത്ത് അകത്ത് കയറിയ കാട്ടാനകൾ മാതാവിന്റെ രൂപവും നശിപ്പിച്ചു. ഞങ്ങളുടെ ഭയങ്കര ഭീഷണിയാണ്. 10-60ഓളം വീട്ടുകാരുണ്ടായിരുന്നു. അവരൊക്കെ വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു. ഞാനും ഇവിടെ താഴെ തൊട്ടടുത്ത് വേറൊരു ചേട്ടനും, പിന്നെ അപ്പുറത്ത് വേറെ 2 വീട്ടുകാർ, അങ്ങനെ 4 വീട്ടുകാർ മാത്രമാണ് ഇവിടെ സ്ഥിര താമസമായിട്ടുള്ളൂ. ഞങ്ങൾക്കിവിടെ ആനയുടെ ഭീഷണി കൊണ്ട് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കിവിടെ ഈ ഇത്രയും വീടുകൾക്ക് മാത്രം യാതൊരു സംരക്ഷണവും ഇല്ല. ആ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പാടില്ല, ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു ക്വാർട്ടേഴ്സ് നമുക്ക് അനുവദിച്ച് തന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറാൻ പറ്റിയില്ല. അത് നമുക്ക് അങ്ങനെ ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പകൽ സമയങ്ങളിലൊക്കെ ഇവിടെ നിൽക്കും. രാത്രി അവിടെ അതിരപ്പള്ളി പഞ്ചായത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് രാത്രി അവിടെ പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. വൈകുന്നേരം 6 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഞങ്ങൾ അക്കരയ്ക്ക് പോകും. ഇന്നലെ രാത്രിയാണ് ഈ ആന വന്ന് ഈ ക്വാർട്ടേഴ്സ് സ്കൂൾ സാധനങ്ങളൊക്കെ നശിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇവിടെയും കൂടി നമുക്ക് ഇതേമാതിരി ഫെൻസിങ് ഒക്കെ ഇട്ട് തരാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാസർഗോഡ് ദേശീയപാത 66-ൽ അപ്രതീക്ഷിതമായി പോത്തിൻകൂട്ടം ഇറങ്ങി. പോത്തുകൾ റോഡ് കയ്യേറിയതോടെ 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് പോത്തുകളെ ദേശീയപാതയിൽ നിന്നും മാറ്റിയത്. സ്വകാര്യ വ്യക്തിയുടെ പോത്തുകൾ വഴിതെറ്റി ദേശീയപാതയിൽ പ്രവേശിക്കുകയായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ ഓൺലൈനായി MDMA വിൽപ്പന നടത്തിയിരുന്ന 2 പേർ പിടിയിൽ. തിരുവേഗപ്പാറ സ്വദേശികളായ ഷിബിൻ അർഷാദ്, മുഹമ്മദ് മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. 23 ഗ്രാം MDMAയുമായി ആദവനാട് നിന്നാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ജോഹന്നാസ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിയിൽ ആഗോള വികസന ലക്ഷ്യമിട്ട് 4 പുതിയ സംരംഭങ്ങൾ നിർദ്ദേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള പരമ്പരാഗത വിജ്ഞാന ശേഖരം, ആഫ്രിക്കൻ നൈപുണ്യ ഗുണിത സംരംഭം, ആഗോള ആരോഗ്യ സംരക്ഷണ പ്രതികരണ സംഘം, മയക്കുമരുന്ന് ഭീകരതാ ബന്ധത്തെ നേരിടുന്നതിനുള്ള ഒരു സംരംഭം എന്നിവ ഉൾപ്പെടുന്ന നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചത്. ആഗോള പുരോഗതിക്ക് ആഫ്രിക്കയുടെ വികസനം നിർണായകമാണെന്നും ഇന്ത്യ എപ്പോഴും ആഫ്രിക്കയോട് ഐക്യദാർഢ്യം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ധനകാര്യം, ഭരണം, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ഉപകരണങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയും. എങ്കിൽ മാത്രമേ മയക്കുമരുന്ന് ഭീകര സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്താൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
ഡൽഹി സ്ഫോടന കേസിൽ പ്രതിയുടെ കൂടുതൽ വെളിപ്പെടുത്തൽ. 2 വർഷമായി സ്ഫോടനങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരുന്നുവെന്ന് പ്രതി ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ദേശീയ അന്വേഷണ ഏജൻസിയോട് വെളിപ്പെടുത്തി. രാജ്യത്തെ വിവിധ നഗരങ്ങൾ ലക്ഷ്യമിട്ടെന്നും മുസമ്മിൽ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. 2023 മുതൽ സ്ഫോടക വസ്തുക്കളും റിമോട്ടുകളും ബോംബ് നിർമ്മാണ സാമഗ്രികളും ശേഖരിച്ചുവെന്നും മുസമ്മിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചു. സ്ഫോടനത്തിനായി യൂറിയയും അമോണിയം നൈട്രേറ്റും ശേഖരിക്കലായിരുന്നു തന്റെ ഉത്തരവാദിത്തമെന്നും മുസമ്മിൽ വെളിപ്പെടുത്തി. ഡൽഹി സ്ഫോടനത്തിൽ മുഖ്യപ്രതിയും ചാവേറുമായ ഉമർ നബി അടക്കം 13 പേരാണ് മരിച്ചത്. സംഭവത്തിൽ 4 ഡോക്ടർമാരാണ് ഇതുവരെ പിടിയിലായത്. കോൺഗ്രസിനെതിരെ വീണ്ടും ഒളിയമ്പെയ്ത് ശശി തരൂർ MP. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയ എതിരാളികൾ സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നും രാജ്യതാൽപര്യത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയിലും അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. തന്നാലാകും വിധം പ്രവർത്തിക്കുകയാണെന്നും തരൂർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് സിറ്റിയുടെ നിയുക്ത മേയർ മംതാനിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചാണ് തരൂരിന്റെ പ്രതികരണം. ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംതാനിയുമായി കൂടിക്കാഴ്ച നടത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംതാനി ന്യൂയോർക്കിന്റെ മികച്ച മേയർ ആയിരിക്കുമെന്നും മംതാനി മേയർ ആയിരിക്കുമ്പോൾ ന്യൂയോർക്കിൽ താമസിക്കാൻ സന്തോഷമെന്നും ട്രംപ്. വിമർശകരെ ആശ്ചര്യപ്പെടുത്താൻ മംതാനിക്ക് കഴിയും. മംതാനിയുടെ ആശയങ്ങളോട് യോജിപ്പുണ്ടെങ്കിലും മംതാനി ന്യൂയോർക്കിന്റെ നല്ല മേയർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ട്രംപ് പറഞ്ഞു. ന്യൂയോർക്ക് നഗരം നേരിടുന്ന പ്രശ്നങ്ങളിൽ ട്രംപുമായി സഹകരിക്കുമെന്നും സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വൈറ്റ് ഹൗസുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്നും സൊഹ്റാൻ മംതാനിയും പറഞ്ഞു. I think both President Trump and I, we are very clear about our positions and our views, and what I really appreciate about the President is that the meeting that we had focused not on places of disagreement, which there are many, and also focused on the shared purpose that we have in serving New Yorkers. And frankly, that is something that could transform the lives of 8.5 million people who are currently struggling under a cost of living crisis, with 1 in 4 living in poverty. And the meeting came back again and again to what it could look like to lift those New Yorkers out of struggle and start to deliver them a city that they could do more than just struggle to afford it, but actually start to live in it. And I've been called much worse than a despot, so it's not that insulting. Maybe I think he'll change his mind after we get to working together. Yes, please.